അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ നീതി ആയോഗിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ 64% ശമ്പളം, പെൻഷൻ, അതുപോലെ തന്നെ പലിശ എന്ന് പറയുമ്പോൾ പലിശ ഭാരം ഏതാണ്ട് 20%-ഓളം വരും. ബ്യൂറോക്രസിയെ ഡൗൺ സൈസ് ചെയ്യണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കേരളത്തിൽ അത് ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? രണ്ട് ഭാഗമുണ്ട് അതിനകത്ത്. ഒരു ഭാഗം ഈ എംപ്ലോയ്മെൻറ്റ്, പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റും ഇൻകവും നമ്മുടെ പോലെ എല്ലാ സംസ്ഥാനങ്ങളിലും ബ്യൂറോക്രസി അല്ലെങ്കിൽ ഗവൺമെൻറ് സേവനമാണ്. ഗവൺമെൻറ് സേവനം എല്ലാ സ്ഥലത്തും വെട്ടിക്കുറയ്ക്കുന്ന സമയത്ത് ആകെ കൂടുന്ന ഇന്ത്യയിലെ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, കേരളം. അതിന് പരിമിതി ഉണ്ടാവും. ആ കമ്പൽഷന് ഞങ്ങൾ വിധേയമാകേണ്ടി വരുന്നുണ്ട്. പുതിയ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നല്ലപോലെ വരണം. പ്രത്യേകിച്ചും സർക്കാർ മേഖലയെ കിട്ടുന്നതിന് അത്രയും മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ, സേവന വേതന വ്യവസ്ഥ എല്ലാം മറ്റു മേഖലയിൽ പലതും ഇല്ല. അതുകൊണ്ട് വലിയ അട്രാക്ഷൻ ഉണ്ട് സർക്കാർ മേഖലയ്ക്ക്. സ്വകാര്യ മേഖലയിൽ അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ചെയ്ത് വരണം. അപ്പോൾ സർക്കാർ മേഖല തീരെ ഇല്ലാതാവാൻ പറ്റില്ല. എന്നാൽ ഇപ്പോൾ ഉള്ള ബ്യൂറോക്രസിയെ കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കി ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ ഒരു കമ്പൽഷൻ ഉണ്ട് നമുക്ക്. ഇന്ത്യയിലെ ആളോഹരി ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ ഏറ്റവും വലിയ സിവിൽ സർവീസ് നമ്മുടെയാണ്. ഇന്ത്യയിൽ ആകെ PSC അപ്പോയിന്റ് ചെയ്യുന്നതിന്റെ പ്രതിവർഷം ഒരു PSC നിയമനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആകെ നടക്കുന്ന PSC നിയമനത്തിന്റെ 60% വരും. അതിനർത്ഥം 3% കേരളത്തിൽ അത്രയും നടക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ബാക്കി സംസ്ഥാനങ്ങളൊന്നും നടക്കുന്നില്ല. ഇത് ഇങ്ങനെ പ്രായോഗികമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നറിയില്ല. പക്ഷെ നിങ്ങൾ ഓരോന്നും നോക്കിയോ, പോലീസിൻ്റെ ലിസ്റ്റിൽ 1000 പേരെ ഉണ്ട്, അവരെല്ലാം എടുക്കുന്നില്ല. അല്ല, വേറെ ലിസ്റ്റിൽ എല്ലാവരും എടുക്കുന്നില്ല. എല്ലാവരെയും എടുക്കുക എന്നുള്ളതല്ല, ഉള്ള വേക്കൻസി കട്ട് ചെയ്യുന്നതാണ്. ഉള്ള വേക്കൻസി ഒന്നും കട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അധിക വേക്കൻസി ഉണ്ടാവുന്നുണ്ട്. ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഒരിക്കലും അധിക വേക്കൻസി എപ്പോഴും നമുക്ക് വേക്കൻസികൾ. എൻ്റെ ചോദ്യം എന്താ വെച്ചാൽ, നോക്കൂ, ഇപ്പോൾ 2022-23 കണക്കെടുത്താൽ രാജ്യത്തെ മൊത്തം സ്റ്റേറ്റ് PSC നിയമനങ്ങളുടെ 67% കേരളത്തിലാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിയമനം നടക്കുന്നുണ്ട്. പക്ഷേ ഈ വേക്കൻസികൾ ഇതുപോലെ കൂടുക അല്ലെങ്കിൽ നിലവിലുള്ള വേക്കൻസികളിൽ നിയമനം നടത്തുക എന്നുള്ളതിനപ്പുറത്ത് ഒരു ഫിസിക്കൽ കൺസോൾട്ടേഷൻ്റെ പാതയിൽ പോയാൽ വേക്കൻസികൾ വെട്ടിക്കുറയ്ക്കുകയോ ബ്യൂറോക്രസിയെ ഡൗൺ സൈസ് ചെയ്യേണ്ടി വരികയോ ചെയ്യും പുതിയ കാലത്ത്. ആ ഐഡിയയ്ക്ക്, ആ ആശയത്തിന് ധനമന്ത്രി അനുകൂലമാണോ അല്ലയോ? ഇപ്പോൾ അതിന് അനുകൂലമല്ല. ഇപ്പോൾ അത് എടുക്കേണ്ട നിയമ നിരോധനം ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു PSC ഉള്ള ഒരു സർക്കാർ വേക്കൻസിയും വെട്ടിക്കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പെൻഷൻ പ്രായം ഉയർത്തുമോ? പെൻഷൻ പ്രായത്തെ സംബന്ധിച്ചും ഇനിയിപ്പോൾ ഇത് ഈ സമയത്ത് ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇതൊക്കെ പൊളിറ്റിക്കൽ കമ്പൽഷൻ അല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കൽ കമ്പൽഷൻ ഉണ്ട്. കാരണം വെച്ചാൽ ഒരു മനുഷ്യന്റെ പ്രൈം ഏജിൽ അദ്ദേഹത്തിന് പെൻഷൻ കൊടുക്കേണ്ടി വരികയാണ് സർക്കാർ. ഈ ഭാരമൊക്കെ കൂടി എത്ര കാലം, ഓക്കെ 5 കൊല്ലം കൂടി പോവായിരിക്കും, എത്ര കാലം ഈ പറഞ്ഞ വലിയ നിയമനങ്ങളുടെയും വലിയ പെൻഷൻ ഭാരത്തിന്റെയും ഭാരം സർക്കാരിന് ചുമക്കാൻ പറ്റും? യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ആയുസ് വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ 90 വയസ്സുള്ള ആള് ആരോഗ്യത്തോടെ നടക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കേരളത്തിലൊരു വാർത്തയല്ലാതായി. ഇതിപ്പം ഈ ഏജ് ഒന്നും റിട്ടയർമെന്റ് ഏജ് അല്ല, പക്ഷെ നിലവിൽ തുടരുന്ന പ്രാക്ടീസാണ്. ഇത് റിട്ടയർമെന്റ് ഏജ് അല്ല എന്ന് മാത്രമല്ല, ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ എക്സ്പീരിയൻസ് വാസ്തവത്തിൽ അവർക്ക് വല്ലതും എഫിഷ്യൻ്റായി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെടുത്തി മാത്രമല്ല ഞാൻ പറയുന്നത്. ദീർഘകാലം സർവീസിലിരുന്ന ഒരാൾ, ഇൻഡസ്ട്രിയിലിരുന്ന ആൾ, അവർക്ക് വലിയ എക്സ്പീരിയൻസ് ഉണ്ട്, മാനേജറിയൽ കപ്പാസിറ്റി ഉണ്ട്. ഇവർക്ക് തുടർന്നൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതും നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു മേഖലയാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷേ പെൻഷൻ പ്രായമായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ ഭാഗമാണ്. ഇപ്പോൾ നിയമനങ്ങൾ കുറയ്ക്കാൻ പറ്റില്ല, പെൻഷൻ പ്രായം ഉയർത്താൻ പറ്റില്ല. ഒരു വലിയ ഹ്യൂമൻ റിസോഴ്സ് അവരുടെ പ്രൈം ഏജിൽ വെറുതെ ഇരിക്കുകയും അവർക്ക് വേണ്ടി സർക്കാർ പണം ചെലവഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പുതിയ ആളുകളെ എന്ത് ചെയ്യും? പുതിയ ആളുകളുടെ ജോലി എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ല, എല്ലാവർക്കും സർക്കാർ തന്നെ ജോലി കൊടുക്കണമെന്നില്ല എന്ന് മാത്രമല്ല, അവരെ 20 വർഷം മുമ്പ് 6 ലക്ഷം പേര് ജനിച്ചിരുന്നു. 6 ലക്ഷം പേര് ചെറുപ്പക്കാര് തൊഴിൽ മേഖലയിലേക്ക് ഓരോ വർഷവും പുതുതായിട്ട് വരുന്നെങ്കിൽ ഇപ്പം 3 ലക്ഷം ഉള്ളൂ ഇപ്പോഴത്തെ ജനനം. ആ ഒരു പ്രശ്നമുണ്ട്, ഏജ് ഉള്ളവർ കൂടുന്നു. അതൊക്കെ വളരെ കൃത്യമായി ചർച്ച ചെയ്യേണ്ട ധാരാളം പ്രശ്നമാണ്. ഇതെല്ലാം ചർച്ച ചെയ്യേണ്ടതും ഇടപെടേണ്ടതായ കാര്യമാണ്. പക്ഷെ ഇപ്പോൾ അത് കേരളത്തിലെ ഇപ്പോൾ അത് ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യം. തുറന്നു പറഞ്ഞാൽ ഇപ്പോൾ അത് അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന